നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഈ ലോകത്തിൽ വിലമതിക്കാനാകാത്ത എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം സൗജന്യമായി തരുന്നതാണ്. ഉദാഹരണത്തിന് പ്രാണവായു, സൂര്യപ്രകാശം, മഴ, ഇതെല്ലാം നമുക്ക് വിലമതിക്കാനാകാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവം നമുക്ക് സൗജന്യമായി നമുക്ക് തരുന്നതാണ്. ഇതൊന്നും നമ്മൾ പണം കൊടുത്ത് നമുക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നതും വില കൊടുത്തു വാങ്ങാൻ കഴിയുകയില്ല. അത് കൃപയാൽ സൗജന്യമാണ്. ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ സമീപിക്കുമ്പോൾ ഇതെല്ലാം അവന് മനസ്സിലാകുന്നു. ഇതിവന് ലഭ്യമാകുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇതെല്ലാം സൗജന്യമായി ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. യെശയ്യാ 55-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിപ്പീൻ, അങ്ങ് അടുത്തിരിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പീൻ. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, കണ്ടെത്താവുന്ന ഒരു സമയം. രണ്ട്, ദൈവം അടുത്തിരിക്കുമ്പോൾ. അപ്പോൾ ഒരു കാര്യം നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് തന്നെ, ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് തന്നെ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. അതാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞത്. കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിപ്പീൻ, ദൈവം അടുത്തിരിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പീൻ. കണ്ടെത്താവുന്ന സമയം, അടുത്തിരിക്കുമ്പോൾ. ഇതെല്ലാ കാലങ്ങളിലും ഒരുപക്ഷേ നമുക്കിത് ലഭ്യമായി വരണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം, നമുക്ക് ലഭിക്കുന്ന അവസരം പലപ്പോഴും നാം പാഴാക്കി കളയുകയാണ്. ലോകത്തിൻ്റെ ചിന്തകൾക്കും ലോകസമ്പാദനത്തിനും സ്ഥാനമാനങ്ങൾക്കും ഉയർച്ചകൾക്കും പെട്ടെന്ന് ഉയരുവാൻ, പെട്ടെന്ന് വളരുവാൻ, പെട്ടെന്ന് എത്തിച്ച കോടിയിലെത്തുവാനുള്ള നമ്മുടെ വെമ്പൽ, നമ്മുടെ ഓട്ടത്തിൽ പലപ്പോഴും നമ്മൾ ദൈവികമായ വിഷയങ്ങൾക്ക് സമയം കണ്ടെത്താൻ എടുക്കുന്നില്ല. സമയം നാം കണ്ടെത്തുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുവാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന സമയവും അവസരവും ഒന്നും നമ്മളൊരു കാരണവശാലും ദൈവസന്നിധിയിൽ പാഴാക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ അന്വേഷിക്കേണ്ട സമയം, ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുന്ന, ദൈവകൃപ കണ്ടെത്തുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ ദൈവികമായ സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. ഒരു വാക്യം, ഒരു രണ്ടാമത്തെ ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ദൈവം അടുത്തിരിക്കുമ്പോൾ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അത് പുസ്തകത്തിലുടനീളം കാണുന്നൊരു വാക്കാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന
ഒരു ദൈവം, സമീപേ നിൽക്കുന്ന ഒരു ദൈവം, അടുത്തു വരുന്ന ഒരു ദൈവം. അപ്പോൾ അടുത്തിരിക്കുമ്പോൾ ദൈവം നമുക്കടുത്തുണ്ട്. ദൈവത്തിൽ ഇങ്ങനെ കാണുന്നു, വിളിക്കുമ്പോൾ അടുത്തു വരുന്ന ദൈവം, സമീപസ്ഥനായി, ദൂരസ്ഥനല്ല, ദൈവം സമീപസ്ഥനായി നിൽക്കുകയാണ്. അപ്പോൾ സമീപസ്ഥനായ ദൈവം, അടുത്തിരിക്കുന്ന ദൈവം, ഈ ദൈവത്തെ വിളിക്കുവാൻ, അഭയാചന ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ, ഈ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ നാം അവസരം എടുക്കേണ്ടതാണ്. അതിന് അപ്പുറത്തായി നാം ചെയ്യാറുള്ളത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും, ലോകപരമായ, കുടുംബപരമായ, സാമ്പത്തികമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ സ്വന്തം വിഷയങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ധാരാളം സമയം നാം ചെലവഴിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറവ് സമയം പലപ്പോഴും ചെലവഴിക്കുന്നത് ദൈവിക കാര്യങ്ങൾക്കാണ്. ഒരു ചടങ്ങിന് വേണ്ടി, പേരിന് വേണ്ടി, ആരും പഴി പറയാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു പുറം ചട്ടയായി നമ്മൾ ആത്മീയ ജീവിതത്തെ കാണരുത്. നമുക്ക് ലഭിക്കുന്ന സമയം ദൈവത്തെ കണ്ടെത്തണം.